പരലോകമെന്ന് പറഞ്ഞാൽ ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ സൽക്കർമ്മങ്ങളിലേക്ക് മുതിരുവാനും ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പിൻവലിയുവാനുമുള്ള ഒരു സ്രോതസ്സാണ്, അതല്ലെങ്കിൽ ഒരു പ്രേരണയാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിൽ ഉവൈമുറുൽ ഖസ്റജി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരുള്ളത്. പക്ഷെ ആ പേരാർക്കും അറിയില്ല. എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് അബൂദർദ എന്ന് തന്നെയാണ്. അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും സവിശേഷ ഗുണങ്ങളായി പറയുന്നത് ദുനിയാവിൻ്റെതായിട്ടുള്ള എല്ലാ പ്രൗഢികളെയും ഒഴിവാക്കിയ ഒരു മനുഷ്യനാണ്. ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ, ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ, ദുനിയാവിൻ്റെതെന്ന് പറയാൻ സാധിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതിനെ ഒഴിവാക്കുവാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിയായിരുന്നു. പരലോകത്തിൻ്റെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ബാക്കി വരുന്ന ആളുകൾക്കെല്ലാം ഏറ്റവും നല്ല മാതൃകയായി കൊണ്ടാണ് അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ജീവൻ നിലനിർത്താൻ ഒരുപിടി പരുക്കം വസ്ത്രങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു. ജീവൻ നിലനിർത്താൻ ഒരുപിടി പരുക്കം ഭക്ഷണങ്ങളും ഏതാനും കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ചേർത്തു വെച്ചു. മാനം മറക്കാനുള്ള ഒരു കരിമ്പടം പോലുള്ള ചെറിയ ഒരു വസ്ത്രം, അത്രമേൽ കനമൊന്നുമില്ലെങ്കിലും ആ വസ്ത്രമായിരുന്നു അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ സമ്പാദ്യമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വരികയാണ്. അതിഥികൾ വന്നപ്പോൾ അവർക്ക് ചൂടേറിയ ഭക്ഷണം നൽകി. ആ ഭക്ഷണം കഴിച്ച് അവരോട് വിശ്രമത്തിനായി ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും കൂടി ഉറങ്ങാൻ കിടക്കുകയാണ്. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞപ്പോൾ വന്ന അതിഥികൾക്കിടയിൽ ഒരു സംസാരമുണ്ടായി. ഞങ്ങൾക്ക് ഭക്ഷണമെല്ലാം തന്നു, പക്ഷെ ഇത്രമേൽ തണുപ്പുണ്ടായിട്ടും എന്തേ അബൂദർദ ഒരു പുതപ്പ് പോലും ഞങ്ങൾക്ക് നൽകാതിരുന്നത്? അവർക്കിടയിൽ വല്ലാത്ത പരിഭവങ്ങൾ. അവരിങ്ങനെ അടക്കം പറയാൻ തുടങ്ങി. അബൂദർദ ഒരു പുതപ്പ് പോലും ഞങ്ങൾക്ക് നൽകിയില്ലല്ലോ, വളരെ മോശമായി പോയി. കൂട്ടത്തിലുള്ള ഒരാള് അബൂദർദയിനോട് ചോദിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അവർ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അബൂദർദ അണിഞ്ഞിട്ടുള്ള പുതച്ചിട്ടുള്ള ഒരു വസ്ത്രം, അത് തണുപ്പ് തടുക്കാൻ കഴിയാത്ത വളരെ നേരിയ ഒരു വസ്ത്രമാണ്. ഇത് കണ്ടുകൊണ്ട് ആ മനുഷ്യൻ അബൂദർദയിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്? നിങ്ങളുടെ വീടിന്റെ സാമഗ്രികളൊക്കെ എവിടെയാ? ഇതിങ്ങനെ ചോദിക്കുമ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മറ്റൊരു വീടുണ്ട്. ആ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ കിട്ടുന്നതെല്ലാം ആ വീട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷിക്കുന്ന എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാതിരിക്കുകയും ഉണ്ടായില്ല. മറ്റേ വീട്ടിലേക്കുള്ള പാത എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു പർവ്വതം കണക്കെ ഉയരമുള്ളതാണ്. ഞങ്ങളിങ്ങനെ നടന്നു കയറുന്ന സമയത്ത്, ആ പർവ്വതത്തിലേക്ക് ഞങ്ങൾ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഭാരം ഞങ്ങൾക്കുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പ്രയാസമാണ്. എല്ലാവിധ ഭാരങ്ങളെയും ഞങ്ങളിവിടെ ഇറക്കി വച്ചുകൊണ്ടാണ് നാളെ ആ വീട്ടിലേക്ക് പോകുന്നത്. ആഗതനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വീട് ഏതെന്ന് മനസ്സിലായോ? അദ്ദേഹം പറയുന്നുണ്ട്, മനസ്സിലായി. പരലോകമാണ് കേട്ടോ വിഷയം, പരലോകമാ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സുഭിക്ഷതകളെ പറ്റി നമ്മളൊന്നിങ്ങനെ ഓർത്തെടുക്കണം. 4 ദിവസവും 5 ദിവസവും ഒരേ ഭക്ഷണം തന്നെ ഉമ്മ വിളമ്പി വെക്കുന്ന സമയത്ത്, ഭാര്യ വിളമ്പി വെക്കുന്ന സമയത്ത് 5-ാമത്തെ ദിവസവും ഇത് തന്നെയാണല്ലേ ഭക്ഷണമെന്ന് ഒരു സങ്കടം പറയുന്ന ഒരു മാതാവോ ഒരു പിതാവോ ഒരു കുട്ടിയോ ആണ് നമ്മളെങ്കിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന മനോഹരമായ ചരിത്രത്തിൻ്റെ രൂപങ്ങൾ ഇങ്ങനെയാ. ദുനിയാവിൻ്റെ പ്രൗഢികളല്ല കൂട്ടരെ. ദുനിയാവിൽ നമ്മൾ ആരാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ അള്ളാഹു പരിഗണിക്കില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാക്കും. വല്ലാത്തൊരു വാക്കാണ് കേട്ടോ അത്. വളരെ മനോഹരമായ ഖുർആനിലെ ഒരു വചനമാ. അത്ഖാക്കും. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ വിചാരണയെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, ആ മഹ്ശറയെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, ആ പരലോകത്തുനിന്ന് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നതിനെ പറ്റിയുള്ള ഓർമ്മകൾ നിങ്ങളുടെ അടുക്കലുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിന്റെ പ്രമത്തതകളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പീഡനങ്ങൾ സഹിച്ച മനുഷ്യനാ. പീഡനങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് കേട്ടോ. മക്കയുടെ ഊശ്വരമായ മരുഭൂമിയിൽ നിന്ന് യജമാനത്തി ഉമ്മു അൻമാർ ഈ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിനെ വില കൊടുത്തു വാങ്ങുന്നുണ്ട്. വില കൊടുത്തു വാങ്ങിയ ആ മനുഷ്യൻ പിന്നീട്
ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വന്നു എന്നറിഞ്ഞതിന് ശേഷം യജമാനത്തി അടക്കം യജമാനത്തിയുടെ സഹോദരൻ സിബാ ബിൻ അബ്ദുൽ ഉസ്സയും അടക്കം ഒരുപാട് ആളുകൾ വന്ന് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്ര ഉപദ്രവങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചരിത്രങ്ങളെല്ലാം നമ്മൾ പറയുമ്പോഴേ, നമ്മളത് ഓർത്തെടുക്കുമ്പോഴേ മനസ്സിലൊന്ന് കുറിക്കണോട്ടോ, ഞാനും നിങ്ങൾ മുസ്ലിമീങ്ങളാ. എന്റെയും നിങ്ങളുടെയും ഇസ്ലാമിയത്തിന് മുസ്ലിം എന്ന് പറയുന്ന പദവിക്കും യാതൊരു തരത്തിലുമുള്ള മങ്ങലേൽക്കാനുള്ള സാധ്യതകൾ ഇന്ന് ഈ ദുനിയാവിലില്ല. ഉണ്ടോ? മുസ്ലിം എന്ന് പറഞ്ഞാല് നമുക്കൊരു അഭിമാനമാ. ആ അഭിമാനം കൊള്ളുന്ന മനുഷ്യൻ നാളത്തെ പരലോക വിചാരണയെ ഭയപ്പെടുന്നില്ലാത്തൊരു മുസ്ലിമാണെങ്കിൽ, ഒരു തട്ടം ധരിക്കുന്നത്, നെരിയാണിക്ക് മുകളിൽ പാൻറ് കയറുന്നതും അതൊരു ഇടങ്ങേറായിട്ട് വിചാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പരലോകത്ത് നമ്മൾ രക്ഷപ്പെടില്ല കേട്ടോ. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന, ചിതറിത്തെറിക്കുന്ന വെറുതെ ഉള്ള ഒരു എല്ലാവർക്കും വെറുപ്പുളവാക്കുന്ന ഒരു ചെറിയ പശപശപ്പുള്ള ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ പടച്ചിട്ടുള്ള ആ റബ്ബിന് നിങ്ങളെ വിചാരണ ചെയ്യാൻ ഒരു തടസ്സമില്ലടോ. അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ എത്തി നിൽക്കുന്ന ആ രംഗത്തെ പറ്റി ഓർക്കണം. അവിടെ ദുനിയാവ് നമുക്കൊരു തടസ്സമായി മാറരുത്. ഈ ദുനിയാവ് നമ്മളെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ചില വാക്യങ്ങളില്ലേ, അതിൽ പ്രവാചകൻ ഒന്നാമതായി നിർത്തുന്നത് നിങ്ങളുടെ അരികില് ഒരു വഴിയാത്രക്കാരന്റെ പാതയം മാത്രം ഉണ്ടായാൽ മതിയെന്ന. ഞാൻ ദുനിയാവിൽ എല്ലാവരും സമ്പത്ത് സ്വരൂപിക്കുന്നതിനെ ആക്ഷേപമാക്കിയിട്ട് പറയണമെന്നല്ല കേട്ടോ. ദുനിയാവിന് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കരുത്. പണത്തിന്റെ പിന്നാലെയോ പദവിയുടെ പിന്നാലെയോ ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു പ്രൗഢിയുടെ പിന്നാലെയോ നമ്മൾ നീങ്ങുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം, നമുക്ക് നഷ്ടമാകുന്നത് പരലോകമാ. അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്യമുണ്ട്, ഇർതഹലത്തി ദുനിയ മുദ്ബിറ, ഈ ദുനിയാവ് നിങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണോ? സൂറത്ത് യാസീനിൽ മനോഹരമായ ഒരു ആയത്തില്ലേ, നിങ്ങൾക്ക് അല്ലാഹു ആയുസ് നൽകി, ഈ ദുനിയാവിലെ സൗകര്യങ്ങൾ നൽകി. ആ സൗകര്യങ്ങളെല്ലാം നൽകിയതിനു ശേഷം അല്ലാഹ് നമ്മളോട് ചോദിക്കണം എന്താണെന്നറിയോ? അഫല യഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കണില്ലേ? നിങ്ങൾക്കൊന്ന് ഉറ്റാലോചിക്കാൻ സാധിക്കണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ പരലോകത്തിന് വേണ്ടി എന്ത് ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ എത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ പറയുന്നത്, ഒരു തഴുകി വരുന്ന കാറ്റുപോലെ സ്വതക്ക കൊടുക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മദീനയിലെ 10 ദരിദ്രന്മാരുടെ പേരെടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് അതിൻ്റെ അകത്തുണ്ട്. മദീനയിലെ 10 ധർമ്മിഷ്ഠന്മാരുടെ പേരെടുത്തു കഴിഞ്ഞാലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് മിച്ചം വന്നതിൽ നിന്നല്ലേ നമ്മൾ കൊടുക്കാറ്? ഒരാക്ഷേപമല്ലോ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. കച്ചവടത്തിൽ വലിയ ലാഭം കൊയ്തുകൊണ്ടാണ് അബൂ ത്വൽഹ വരുന്നത്. ചെറിയ ലാഭമൊന്നുമല്ല, വലിയ ലാഭം കൊയ്താ വരുന്നത്. ആ ലാഭം കിട്ടിയ പണത്തെ തന്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കണമെന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞപ്പോ സമയമേറെ അതിക്രമിച്ചിട്ടുണ്ട്. ഭാര്യ പറയുന്നുണ്ട്, നമുക്കിത് പിന്നെ കൊടുത്താ പോരെ, നാളെ നേരം വെളുത്തിട്ട് കൊടുത്താ പോരെ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, നാളെ ഈ അബൂ ത്വൽഹ ഉണ്ടാകുമെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അബൂ ത്വൽഹ ഇത് നാളെ കൊടുത്തോളാം. ചരിത്രം എന്നുള്ളത് അതിങ്ങനെ വായിച്ച് ഊറ്റം കൊള്ളാനുള്ളതല്ല കൂട്ടരെ. നാളേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന പല രംഗങ്ങൾ ചെയ്തു തീർക്കാൻ എനിക്കും നിങ്ങൾക്കും ആയുസ്സുണ്ടാകുമെന്ന് എന്തുറപ്പാന്നേ ഉള്ളത്? ഇർതഹലത്തി ദുനിയ മുദ്ബിറ, നമ്മളെ കൊണ്ട് ഈ ദുനിയാവ് ഇങ്ങനെ ചുരുങ്ങി കൊണ്ടിരിക്കുക. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, പരലോകം എന്നുള്ളത് നമ്മുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുക. വകുല്ലി മിൻഹുമാ ബനൂൻ, അവർക്കെല്ലാവർക്കും മക്കളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന് വേണ്ടിയിട്ടുള്ള മക്കളായിരിക്കണം കേട്ടോ. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കണില്ലേ? നാളെ പരലോകം, മഹ്ശറ, വിചാരണ എന്ന് പറയുന്ന രംഗങ്ങൾ മനോഹരമാകുന്നതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഓരോ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് അതേ പ്രകാരം തന്നെ ആയിരിക്കണം കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ കാണാം, അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറ. പ്രാർത്ഥിക്കുന്നത് ആരാ കൂട്ടരെ? മഅ്സൂമായ റസൂലാണ് കേട്ടോ. വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ സകലമാന പാപങ്ങളും പൊറുക്കപ്പെട്ട ഒരു മനുഷ്യൻ അള്ളാഹിനോട് ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറ, അല്ലാഹുവേ എന്നെ നീ ചെറിയ വിചാരണക്ക് വിധേയമാക്കണമേ എന്ന്. എന്നെയും നിങ്ങളെയും അത്തരത്തിലുള്ള ചെറിയ വിചാരണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധേയമാക്കുമാറാകട്ടെ. കാരണം പടച്ചോന്റെ വിചാരണ എന്നുള്ളത് അതികഠിനമാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവില് നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട് എങ്കിലേ ആ ജീവിതം കേവലം ഈ ദുനിയാവിന് വേണ്ടി മാത്രമാകരുത്. കാരണം ഇത് കഴിഞ്ഞു പോകും. ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. നമ്മളുടേതെന്ന് പറയാൻ മാത്രം എന്താ ഉള്ള ഈ ദുനിയാവില് ഉണ്ടോ? എന്റേതെന്ന് പറയാൻ നമ്മുടെ വീടാണോ, കാറാണോ, നമ്മുടെ സ്വത്ത് വകകളാണോ, നമ്മളുടെ കുടുംബക്കാരാണോ? നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയുന്നതിന് തൊട്ട് മുമ്പേ അതിനൊക്കെ അവകാശികൾ വരുവോ? നമ്മൾ വീതം വെക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ലോകത്തുനിന്ന് ഒരാളുടെ അവസാന നിമിഷമാകുമ്പോഴേക്കും അയാളുമായി ബന്ധപ്പെട്ട സംഗതികൾക്കെല്ലാം അവകാശികൾ വന്നു ചേരും. നിങ്ങളുടെ ഫോണോ, നിങ്ങളുടെ കാറോ, നിങ്ങളുടെ വീടോ, നിങ്ങളുടേതെന്ന് പറയുന്നത് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ അവകാശികൾ വന്നു ചേരും. ഈ ദുനിയാവിന്റെ ഒരു മക്കളല്ലട്ട നമ്മളാകേണ്ടത്. വലാ തകൂനു മിൻ അബ്നാഇൽ അബ്നാഇ ദുനിയ. ഈ ദുനിയാവിന്റെ മക്കളല്ല നമ്മളാകേണ്ടത്, മറിച്ച് പരലോകത്തേക്ക് വേണ്ടി നമ്മളൊന്ന് ഒരുമിക്കണം. ഒരു പള്ളിന്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ പ്രാർത്ഥിക്കുന്ന എന്താ? അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. പടച്ചോ തന്നില്ലേ നീ അത്? തരാതിരിക്കുന്നുണ്ടോ? ദുനിയാവിൽ എന്തെങ്കിലും പടച്ചോ നമുക്ക് നൽകാതിരുന്നോ? നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്ക്. നമ്മൾ ആവശ്യപ്പെട്ടത് ഏതാ പടച്ചോ നൽകാതിരുന്നത്? ചോദിച്ചത് അതേ പ്രകാരം നൽകിയില്ലെങ്കിലും മറ്റൊരു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇല്ല എന്ന് ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. ദുനിയാവിന്റെ അത്രമേൽ സൗകര്യങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എങ്കിൽ ആ പടച്ചവൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ ഒരു വിചാരണയെ, ആ വിചാരണയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അലി റളിയല്ലാഹു അൻഹു ബാക്കിയായിട്ട് പറയുന്നുണ്ട്, ഫഇന്നൽ യൗമ അമലുൻ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രവർത്തനങ്ങളുണ്ട്. വലാ ഹിസാബ്. നിങ്ങൾക്കൊരു വിചാരണയുമില്ല. വലാ വഗദൻ ഹിസാബുൻ വലാ അമലുൻ. എന്നാൽ നാളെ നിങ്ങൾക്ക് പ്രവർത്തനങ്ങളില്ല, നിങ്ങൾക്ക് വിചാരണ മാത്രമേ ഉള്ളൂ. അലി റളിയല്ലാഹു അൻഹു റമദാൻ 17 അബ്ദുല്ലാഹിബ്നു മുൽജിം എന്ന് പറയുന്ന മനുഷ്യന്റെ കുത്തേറ്റിട്ട് കഅബന്റെ മുമ്പിൽ വീഴുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ആ മനുഷ്യൻ കഅബക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്കുകൂടി നമ്മളൊന്ന് നെഞ്ചേറ്റണം കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട്, ഫുസ്തു വറബ്ബൽ കഅബ. ഫുസ്തു വറബ്ബൽ കഅബ. ഈ കഅബയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം. ഫുസ്തു, അലി ജയിച്ചിട്ടുണ്ട്. ആരാ അലി എന്നറിയോ? അള്ളാഹുവിന്റെ സിംഹം എന്ന പേരിട്ട് വിളിക്കുന്ന മനുഷ്യനാ. ഏതൊരു ശത്രുവിന്റെ മുമ്പിൽ പോയി നിന്നാലും ശത്രു ഒന്ന് ഭയപ്പെടും. അത്രമേൽ ധീരനാണ് അലി. അള്ളാന്റെ റസൂലിന്റെ മരുമകനാണ്. എല്ലാ നിലക്കും ഈ ദുനിയാവിൽ സ്ഥാനങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനുഷ്യനാണ് അലി റളിയല്ലാഹു അൻഹു. പക്ഷെ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഈ ലോകത്ത് നിന്ന് പോകുന്ന സമയത്ത് മനസ്സുറച്ചുകൊണ്ട് അലിക്ക് പറയാൻ സാധിച്ചേ, ഫുസ്തു വറബ്ബൽ കഅബ. ഈ കഅബയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം. അലി ജയിച്ചിട്ടുണ്ട് കേട്ടോ. അലി ജയിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഈ ദുനിയാവെന്ന് നമ്മൾ യാത്രയാകുമ്പോഴേ നമുക്ക് മനസ്സുറച്ച് പറയാൻ കഴിയണം, ഞാൻ വിജയിച്ചുകൊണ്ടാണ് ഈ ലോകത്തുനിന്ന് പോകുന്നത്. നമ്മുടെ ദുനിയാവിൽ ഏറ്റവും വലിയ ടെൻഷൻ എന്താന്നേ? മക്കൾ വലുതായി കഴിഞ്ഞാൽ ടെൻഷനാണ്. വീടിന്റെ പണി തീർന്നില്ലെങ്കിൽ പ്രശ്നമാണ്. പണിയോടോ പരലോകത്ത് നമുക്ക് വേണ്ടി ഒരു ഭവനം? സ്വർഗത്തിൽ അള്ളാന്റെ അരികിൽ നമുക്കൊരു ഭവനം ഉണ്ടാക്കണം. അതിന് ഈ ദുനിയാവിലെ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവലാദികളും വേവലാദികളും സഹിക്കേണ്ടി വരും. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ചുട്ടുപഴുത്ത മണലാരണ്യത്തിലെ ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് ബന്ധിക്കുമെന്ന ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. നിസാരല്ലോ. നല്ല വെയിലുള്ള സമയത്ത് ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് ബന്ധിക്കും. മുസ്ലിങ്ങളായ നമുക്ക് അങ്ങനെ ഒരു പ്രയാസങ്ങളെ ഇല്ല കേട്ടോ. പുതിയ കാലത്ത് നമുക്ക് നമസ്കരിക്കാൻ വരുന്നതിന് തടസ്സമുണ്ടോന്നേ? ഇല്ല. ഖുർആൻ ഓതാൻ തടസ്സമുണ്ടോ? ഇല്ല. പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മങ്ങൾ ഒരുക്കുന്നതിന് നമുക്കൊരു തടസ്സമില്ല. ഇസ്ലാമിക ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനങ്ങൾ അതൊക്കെയാ. അവര് സഹിച്ച ത്യാഗത്തിന്റെ ഒരംശം പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധപൂർവം പറഞ്ഞ ഒരു വാക്യമല്ലേ, ഫവല്ലാഹി മൽ ഫഖ്റു അഖ്ശാ അലൈക്കും. ഞാൻ ദാരിദ്ര്യമല്ല നിങ്ങളുടെ അരികിൽ ഭയപ്പെടുന്നത്. വളരെ സങ്കടം തോന്നൂട്ടോ. പുതിയ കാലത്ത് നോമ്പുതുറകൾ കണ്ടു കഴിഞ്ഞാല് പരലോകമല്ല, ഈ ദുനിയാവിലെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നോമ്പുതുറകൾ സജീവമാ. പാർക്കുകളിലും ഹോട്ടലുകളിലും പണത്തിന്റെ നോട്ടുകെട്ടുകൾ എറിഞ്ഞുകൊണ്ട് നോമ്പുതുറകൾ ഇങ്ങനെ സജീവമാകുമ്പോഴേ ആ പണത്തിന് ഇവിടെ നോമ്പ് നോറ്റ് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത, നോമ്പ് തുറക്കാൻ ഒരു സാധ്യതകളുമില്ലാത്ത കുറെ ജനങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ. അവരെയൊന്നും കാണാൻ കഴിയാതെ നിങ്ങൾ നടത്തുന്ന നോമ്പുതുറകൾക്ക് അല്ലാന്റെ അരികില് എന്ത് തരത്തിലുള്ള ഫലം ഉണ്ടാകും? നിങ്ങളുടെ പണങ്ങൾ പൊടിക്കുന്നതിനല്ലോ. ആ പണങ്ങൾ ഒരു നേരം നിങ്ങൾ പൊടിക്കുമ്പോൾ ആലോചിക്കണം, പരലോകത്തേക്ക് വേണ്ടി എനിക്ക് ഈ പണം ഉപകാരപ്പെടോ? എന്റെ ശരീരം ഉപകാരപ്പെടോ? എന്റെ അവയവങ്ങൾ ഉപകാരപ്പെടോ? ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത്. അഖ്ശാ അലൈക്കും അൽ ഫഖർ.
നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ഒരിക്കലും ദാരിദ്ര്യമേ അല്ല. ഉണ്ടോ നമുക്ക് ദാരിദ്ര്യം? നോമ്പെടുക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷ എന്താണെന്നറിയോ? വൈകുന്നേരം സുഭിക്ഷമായി ഭക്ഷിക്കാന്നുള്ളതാ. നമ്മൾ മറക്കരുത് കേട്ടോ, ഗസയെ, പലസ്തീനിനെ മറക്കരുത്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഓടിപ്പോകുന്ന വാഹനത്തിൽ നിന്ന് ഭക്ഷണങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടി വാനറക്കുന്ന മക്കളെ നമ്മൾ മറക്കരുത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ ഒന്നുകൂടി വായിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടും ഈത്തപ്പഴം കൊണ്ടും പച്ചവെള്ളം കൊണ്ടും ഉപ്പും കൊണ്ട് നോമ്പ് തുറക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നേരിട്ട ഒരു പ്രയാസം വിശപ്പാടോ? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിശപ്പ് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ബദറിന്റെ രണാങ്കണങ്ങളെ പറ്റിയും ബദറിന്റെ ചരിത്രങ്ങളുടെ വിസ്മൃതികളെ പറ്റിയും നമ്മൾ കഴിഞ്ഞ ദിവസം പല മിമ്പറുകളിൽ നിന്നും കേട്ടിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ഒരു പ്രയാസവും നമുക്കില്ല. പരലോകം നേടാൻ, പരലോകം വിജയിക്കാൻ ഈ ദുനിയാവിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ സജീവമാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതില്ലേ? പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, വലാകിൻ നഖ്ശ അലൈക്കും അൻ തബ്സത അലൈക്കും ദുനിയ. ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാകുന്നു എന്നാ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവസാന സമയമാകുമ്പോൾ ഒരു രോഗം ബാധിക്കുന്ന, അവസാന സമയമാകുമ്പോൾ ഒരു മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ നിങ്ങളാകും. അന്ന് നിങ്ങൾക്കൊരു രോഗം ബാധിച്ചിട്ടുണ്ടാകും. വഹൻ എന്നാണ് ആ രോഗത്തിന്റെ പേര്. പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, മൽ വഹ്നു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ വഹൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ പറയുന്നുണ്ട്, ഹുബ്ബുദ്ദുനിയാ, ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത പ്രേമമാ, ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത കൊതിയ, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പ. മരണമെന്ന് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഭീതി തോന്നുന്നുണ്ടോ? നമ്മൾ പാട്ടുകൾ കേൾക്കുന്നുണ്ട്, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ആർക്കാ കൂട്ടരെ ഖബറെന്ന് കേൾക്കുമ്പോൾ സങ്കടം വരുന്നത്? ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ഖബർ കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അപ്പ കരയും. ബല്ലസറ, ആ താഴെയുള്ള മണ്ണ് നനയുന്ന മാത്രയില് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയും. ഇവരുടെയൊക്കെ പ്രത്യേകതയും കൂടി നമ്മളൊന്ന് അറിയണം കേട്ടോ. ഇവരൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മനുഷ്യന്മാരാ. എന്നിട്ടും ഇവരുടെ സങ്കടങ്ങൾക്ക് കുറവൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അസർ നമസ്കാരം കഴിഞ്ഞ് ഒരു പള്ളിന്റെ മൂലയിൽ ഇങ്ങനെ മാറിയിരുന്ന് കരയുന്നുണ്ട്. സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, എന്താ അബൂബക്കർ നിങ്ങൾ കരയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചെന്താണെന്നറിയോ? അല്ല, അബൂബക്കറിന് സ്വർഗം കിട്ടൂലേ, അബൂബക്കറിന്റെ സ്വർഗം കിട്ടൂലേ റളിയല്ലാഹു അൻഹു. ഈ ദുനിയാവ് വിശാലമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരലോകം നമുക്കൊരിക്കലും നഷ്ടപ്പെടരുത് കേട്ടോ. ഈ ദുനിയാവിൽ നമ്മൾ മത്സരിക്കേണ്ടത് പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. അതല്ലാതെയുള്ള മത്സരങ്ങൾ നമുക്കിടയിൽ വേണ്ട, അതല്ലാതെയുള്ള ആർഭാടങ്ങൾ നമുക്ക് വേണ്ട. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കപ്പെടുന്ന ആ നിമിഷത്തിൽ ഏറ്റവും സന്തോഷദായകമായ ഒരവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈ ദുനിയാവിലാണോ, ദുനിയാവിൻ്റെ ആവശ്യങ്ങളാണോ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ വെക്കുന്നതെങ്കിൽ പടച്ചോനത് തരാതിരിക്കോ? നിങ്ങളൊന്ന് ജീവിതത്തിൻ്റെ പുറകിലേക്കൊന്ന് ആലോചിച്ച് നോക്കൂട്ടോ. എന്തെങ്കിലും പടച്ചോൻ തരാതിരുന്നിട്ടുണ്ടോ? നമുക്കൊരു മകനുണ്ടാവണം, ഒരു മകൾ ഉണ്ടാകണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു, തീരുമാനമല്ലായിരുന്നു. തീരുമാനം പടച്ചോൻ്റെതാ. പടച്ചോനെടുത്ത ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാപ്പയായി നമ്മൾ, ഒരു ഉമ്മയായി നമ്മൾ, ഒരു മകനായിട്ട് അല്ലാഹു ജനിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ യുരിദ സവാബദ് ദുനിയ, ദുനിയാവിന്റെ പ്രതിഫലങ്ങളും ദുനിയാവിന്റെ നേട്ടവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നുഅ്തിഹി മിൻഹ, പടച്ചോൻ അത് നൽകും. എന്നാൽ വമൻ യുരിദ സവാബൽ ആഖിറ, പരലോകത്തിന്റെ വിഭവങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നുഅ്തിഹി മിൻഹ, പടച്ചോൻ അതായിരിക്കും നിങ്ങൾക്ക് നൽകുക. വസനജിസി ശാകിരീൻ, ശുക്ർ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത് അങ്ങനെയാ. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കാണാൻ കഴിയും, യാ ബുനയ്യ, എന്റെ പൊന്നുമകനെ, ബഅ് ദുനിയാക, നീ നിന്റെ ദുനിയാവിനെ വിൽക്കണം, ബിൽ ആഖിറ, എന്തിനു വേണ്ടിയാണെന്നറിയോ? പരലോകത്തിന് വേണ്ടി നിന്റെ ദുനിയാവിനെ നീ വിൽക്കണം. ദുനിയാവിൽ കുറെ പണം ഉണ്ടാകും, കുറെ സമ്പത്തുണ്ടാകും, പദവികളും സ്ഥാനങ്ങളും മാനങ്ങളൊക്കെ ഉണ്ടാകും. അള്ളാഹ്ക്ക് വേണ്ടി അത് വിൽക്കണോടോ. പുതിയ കാലത്തുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് വേണ്ടി പല ആളുകളും സംസാരിക്കും. ഒരു പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഒരു മന്ത്രിയുടെ ഓഫീസിലാണെങ്കിലും ആ സമയത്ത് നമ്മുടെ അരികിൽ ഒരു സാധു വിളിച്ചു പറയാണ്, എനിക്ക് ഇന്നൊരാവശ്യമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് അയാളോട് സംസാരിക്കണം. ശരി, വിളിച്ചു പറയാൻ നേരത്ത് ആദ്യത്തെ വാക്കുണ്ട് കേട്ടോ, ഞാനാ സംസാരിക്കുന്നേ. അവിടെ തീരൂടോ? അവിടെ തീരും. ഈ ഞാനാ എന്ന് പറയുന്നത് ആരാ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള അധികാരവും പദവിയും എല്ലാം നൽകിയിട്ടുള്ളത്?
മറക്കരുത് കേട്ടോ. നിങ്ങൾ ഈ ദുനിയാവ് പരലോകത്തിന് വേണ്ടി വിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. തർബഹുമാ ജമീഅ, ഈ രണ്ട് ലോകത്തും അല്ലാഹു മുഴുവനായിട്ടും നിങ്ങൾക്ക് ലാഭം കൊയ്യാം. വലാ തബഇ ആഖിറതക ബിദുനിയാക്, നിന്റെ പരലോകത്തെ ഒരിക്കലും ദുനിയാവ് കൊണ്ട് നീ വിൽക്കരുതെന്ന. പരലോകത്തെ ദുനിയാവ് കൊണ്ട് ഒരിക്കലും നീ നശിപ്പിച്ച് കളയരുത്. നമുക്ക് ഈ ദുനിയാവെന്ന് പോകുമ്പോൾ കിട്ടേണ്ട ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്നറിയോ? നേരത്തെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞതുപോലെ ഒരു സമാധാനത്തിൽ നമുക്ക് ഇവിടുന്ന് പോകണം. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എല്ലാ ആളുകളെയും ഇങ്ങനെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ഒരു രംഗം പറയുന്നുണ്ട്. വയൗമ യഅതി ലാ തുകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ അനുവാദം കൂടാതെ ഒരു മനുഷ്യനും സംസാരിക്കാത്തൊരു സമയമുണ്ട് കൂട്ടരെ. ഫമിൻഹും ശഖിയ്യുൻ വസഈദുൻ, അന്ന് സൗഭാഗ്യവാന്മാരും ദൗർഭാഗ്യവാന്മാരും ഉണ്ടാകും. നമ്മളിതിൽ ഏതിൽ പെടും? ഖുർആൻ പറയുന്നുണ്ട് വീണ്ടും, ഫഅമ്മല്ലദീന ശഖൂ, ദൗർഭാഗ്യവാന്മാരായ ആളുകളുണ്ടല്ലോ, ഫഫിന്നാരി ലഹും ഫീഹാ സഫീറുൻ വശഹീഖുൻ, അവർക്ക് വലിയ നെരിപ്പോടുകളും വലിയ വലിയ വീർപ്പുമുട്ടലുകളുമായിരിക്കും അന്ന് ആ നരകത്തിൽ അനുഭവപ്പെടുക. വഖാലിദീന ഫീഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികൾ ഉള്ള കാലത്തോളം അവർ ആ നരകത്തിൽ ശാശ്വതമായിരിക്കും. ഇല്ലാ മാ ശാ റബ്ബുക്, അവരുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചാലല്ലാതെ. ഇന്ന റബ്ബക ഫഅാലുൻ ലിമാ യുരീദ്, അവരുടെ രക്ഷിതാവാകട്ടെ അവൻ ഉദ്ദേശിക്കുന്നതെന്തും ചെയ്യുന്നവനാണ്. രണ്ടാമത്തെ വിഭാഗക്കാരെ പറ്റി പറഞ്ഞു, ഫഅമ്മല്ലദീന സുഇദു, സൗഭാഗ്യവാന്മാരായ ആളുകളുണ്ടല്ലോ, ഫഫിൽ ജന്നത്തി ഖാലിദീന ഫീഹാ, പരലോകത്തെ വിചാരണ കഴിഞ്ഞിട്ട് സ്വർഗം നേടിയ ആളുകളായിരിക്കും അവർ. മാദാമത്തി സമാവാതു വൽ അർദ്, ആകാശഭൂമികൾ വിശാലമാകുന്ന സമയം എത്രയുണ്ടോ അത്രയും കാലത്തോളം അവർ ആ സ്വർഗത്തിന്റെ അരികിൽ തന്നെ ഉണ്ടാകും. ഇല്ലാ മാ ശാ റബ്ബുക്, അവരുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചാലല്ലാതെ. അതാഅൻ ഗൈറ മജ്ദൂദ്, അതാവട്ടെ ഒരിക്കലും നിലച്ചു പോകാത്ത ഒരു ദാനമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, എല്ലാ ആളുകളെയും അള്ളാഹു വിചാരണയ്ക്ക് കൊണ്ടുവരും. ആ വിചാരണയ്ക്ക് ശേഷം ഒരു സ്വർഗം ലഭിക്കുന്നില്ല എങ്കിൽ ഈ ദുനിയാവിലെ എൻ്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ കൊണ്ട് എന്ത് നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മളൊന്ന് ആലോചിക്കുക. വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, യുബസ്സറൂനഹും, എല്ലാ ആളുകളും പരസ്പരം ഇങ്ങനെ കാണും. യവദ്ദുൽ മുജ്രിം, അന്ന് കുറ്റവാളിയായ ആള് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. ലൗ യഫ്തദി മിൻ അദാബിൻ യൗമഇദിൻ ബിബനി, ഞാൻ ഈ കാണുന്ന ശിക്ഷയ്ക്ക് പകരമായിട്ട് എൻ്റെ മകനെ നൽകാം. അല്ലാത്തൊരായത്താണ്ടത്. ഞാൻ എനിക്ക് ലഭിക്കാനിരിക്കുന്ന ഈ ശിക്ഷയ്ക്ക് പകരമായി ഞാൻ വളർത്തിയ എൻ്റെ മകന് നൽകാം. അവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാ, അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാ, ഞാൻ പൊന്നുപോലെ വളർത്തിയ മകനാ. പക്ഷെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എൻ്റെ മകനെ നൽകാം. തീർന്നില്ല കേട്ടോ. വസാഹിബത്തിഹി വാഖി, എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ ഇണയെയും ഞാൻ നൽകാം. വഫസീലത്തില്ലതിഹി തുവി, എല്ലാ നിലക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കുടുംബക്കാരെ ഞാൻ പകരമായി നൽകാം. എന്നെ ഈ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തോ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിലാപമായിരിക്കട്ടോ അത്. വമൻ ഫിൽ അർദി ജമീഅ, ഈ ദുനിയാവിലുള്ള സകലതും ഞാൻ നൽകാം. എൻ്റെ സ്വത്ത് നൽകാം, സമ്പാദ്യങ്ങൾ നൽകാം, എൻ്റെതായിട്ടുള്ള എല്ലാം ഞാൻ നൽകാം. സുമ്മ യുനജ്ജി, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തോ. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നേരിടാനിരിക്കുന്ന വലിയ ഒരു അവസ്ഥയെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. ഖുർആൻ അതിന് ശേഷം പറയുന്നുണ്ട്, കല്ലാ, എന്നാൽ അങ്ങനെയല്ല, ഇന്നഹാ ലദാ, അത് കത്തിയാളുന്ന ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നരകമാ. നസ്സാഅത്തുൻ ലിസ്സവാ, അത് തലയുടെ തൊലി പോലും ഉരിച്ചു കളയുന്ന ഒരു നരകമാ. ആ നരകത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. സ്വർഗങ്ങളുടെ ഒരു വിശാലതയുടെ, സുഭിക്ഷതയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരു സ്വർഗത്തിലേക്ക് നമുക്ക് പോകണം. അനശ്വരമായ ഒരു സ്വർഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അനിർവചനീയമായ ഒരു സ്വർഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അനസ്യൂതമായ ഒരു സ്വർഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഈ ഇരുത്തവും ഈ ഒരുക്കങ്ങളും എല്ലാം തന്നെ. നാളെ പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും ഒരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും മാറുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം നൽകി സന്തോഷിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയുടെ പിന്നിൽ ഓടി നടക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനകൾ കൊണ്ടും സംഭാവനകൾ കൊണ്ടും സഹായങ്ങൾ കൊണ്ടും കൂടെ ചേർന്ന് നിന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.